എൻ്റെ കൂടെ ഞാൻ ഓഫീസിൽ പോയിരുന്നോ? ഇന്ന് ഞാനൊരു ഓഫീസ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഐ കാൺ കംപ്ലീറ്റ് ദ വ്ളോഗ്. 10 മണി വരെ ഒന്നും എടുക്കാൻ പറ്റില്ല, എനിക്കിന്ന് പോസ്റ്റ് ചെയ്യണമല്ലോ. ബട്ട് യാ ഓക്കെ, കം ലെറ്റ്സ് ഗോ. മുടി ഇട്ടിച്ചിരിക്കുന്നത് വണ്ടി ഓടിക്കണമല്ലോ, എന്നെ കൊണ്ടാക്കുമോ എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചതാ. പറ്റില്ല അത്രേ. നമുക്ക് ഈ വണ്ടി ഓടിച്ച് പോവാം, വേറെ വഴിയില്ല. ഒരു ക്വിക്ക് അപ്ഗ്രേഡ് കിട്ടി വണ്ടിക്ക്. പെട്ടെന്ന് നമുക്ക് ബൈക്കിൽ നിന്ന് കാറിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ തീരുമാനം. ഫസ്റ്റ് ആക്സിഡൻറ്റ് ഓഫ് 2026. ഒരു സെക്കൻഡിലേക്ക് ഉണ്ടല്ലോ ഞാൻ ചത്തുവെന്ന് വിചാരിച്ച്. ഒരു പരമനാറി ചെറ്റ ഇൻഡിക്കേറ്റർ ഇടാണ്ട് വളച്ചതാ. ഞാൻ പതുക്കെ ആക്കാൻ മനസ്സിലാവുന്നില്ല. ഞാൻ ഓക്കെ ആയിട്ടോ, ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നേ ഉള്ളൂ. കോർപ്പറേറ്റ് തിങ്സ്. ചത്തുപോയാലും ജീവൻ ബാക്കി എന്തെങ്കിലും പണിയെടുക്കണം, റിപ്പോർട്ട് പോകണം. അതുകൊണ്ട് ഞാൻ മെൻ്റലി ഓക്കെ അല്ലെങ്കിലും പണിയെടുക്കുന്നത് കണ്ടുവച്ചിട്ടല്ലോ. ഒരു മീറ്റിങ്ങിന് കാരണം ലിപ്സ്റ്റിക് ഇടുന്നു. അതൊക്കെ നമ്മൾ മിസ്റ്റല്ലേ. ലിപ്സ്റ്റിക്കിലൂടെ ക്യാമറ വീണ കാര്യത്തിനൊക്കെ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. Hope you guys can relate it. Thought of vlogging my break time. പക്ഷെ എല്ലാവരും ബ്രേക്കിന് പോയി, എനിക്ക് പറ്റിയില്ല. എനിക്ക് ബാക്ക് ടു ബാക്ക് കോൾ ഉണ്ട്. Let me go. ഒരു റിപ്പോർട്ട് ഞാൻ അയച്ചതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. Some days will be like this. ഇനി നമ്മളത് എങ്ങനെ തെറ്റി എന്ന് കണ്ടുപിടിക്കും. വളരെ സന്തോഷത്തോടെ എന്നെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെയല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇന്നലെ വളരെ പൊട്ടിപ്പൂസായിരുന്നു. The relaxation you get after finding out an error or solving an issue is great. Now it's time for break. എനിക്കത് ശീലേ കുറയ്ക്കില്ലെന്ന് എനിക്കറിയാം. ഫൈനലി 8:30 ഐ എം ടേക്കിംഗ് മൈ ഫസ്റ്റ് ബ്രേക്ക്. ഇവിടെ വന്നതെന്ന് എന്നെ കാണാൻ ഇത്രയും ഡിഫറൻസ് ഇല്ലേ. ഞാൻ കൂലിപ്പണിക്കാണോ ഇവിടെ വരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭർത്താവ് ചോദിക്കാറുണ്ട്. മേക്ക് സെൻസ്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഓഫീസ് വ്ളോഗ്. ഇപ്പോൾ സമയം 10:30. ബൈ, ഗുഡ് നൈറ്റ്.